പക്ഷെ ഇപ്പോ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് അങ്ങ് വന്നിരുന്ന് മെഴുകുവാണ്. അപ്പോ ആ ഒരു ചീത്ത മുഴുവൻ എനിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? ഏത് ഷോയ്ക്ക് ചെന്നാലും കുപ്രസിദ്ധിയാണ്. അതായത് ഞാനത് പറയുന്നോണ്ടും തോന്നരുത്, ഒരിക്കലും ഇല്ല. പച്ചയ്ക്ക് ഞാൻ പറയാണ്, ഏത് ഷോയ്ക്ക് ചെന്നാലും രേണുവിന് കുപ്രസിദ്ധിയാണ്. താങ്കൾ പച്ചക്കാണല്ലോ പറയുന്നത്, പറഞ്ഞോളൂ. ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അഭിനയിക്കുന്ന എല്ലാ നായികമാരെയും നായകന്മാരെയും ഒക്കെ തെറി വിളിക്കണമല്ലോ, അതൊന്നും കേൾക്കുന്നില്ലല്ലോ. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ തെറി വിളിക്കുന്നതിന്? ഞാൻ പറയാൻ പറ്റുമോ അവരെ ഓരോരുത്തരെടുത്ത് അവരുടെ ഫോൺ മേടിച്ചിട്ട് എന്നെ തെറി വിളിക്കരുത്, എന്നെ നല്ല ടൈപ്പ് ചെയ്യും പറയാൻ പറ്റൂല. വിനയൊക്കെ രേണുസുധര വായിൽ നിന്ന് വരുമോ? എനിക്ക് ഉറപ്പായിട്ടും വിനയുണ്ട്. അതിപ്പോ എങ്ങനെയാണോ മുന്നോട്ട് ഇങ്ങനെ തന്നെയാണ്. കാര്യങ്ങളെല്ലാം ഇപ്പോഴും പറയുന്നത് ഇങ്ങനെ എനിക്ക് വിനയുണ്ടെന്നാ പറയാറ്. ഞാൻ വിനയുണ്ടെന്ന് പറഞ്ഞു നടക്കാറില്ല. എന്റെ ഓരോ വാക്കുകളിലാണ് പ്രേക്ഷകർ വിനയം കണ്ടെത്തുന്നത്. അവന്റെ കളി. രേണു ഇതൊക്കെ പറയുമ്പോ ഒരു ചിരി നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്, അതൊരു ആക്കിയ ചിരി. മേബി പ്രേക്ഷകർ അഹങ്കാരത്തിന്റെ ചിരി എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നു. ഇല്ലില്ല, എനിക്ക് അഹങ്കാരം ചിരിയായിട്ടാണ്. ഒരിക്കലും അല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? ഇപ്പൊ രേണു സുധിയോട് ഇന്റർവ്യൂ ചെയ്ത് പോയ ആ ഒരു കുറ്റത്തിന് ഒരു കുറ്റമായിട്ടാണ് നാട്ടുകാർ ഇപ്പൊ കണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ പേരിൽ കുറെ അധികം ഏതാണ്ട് 10,000-കണക്കിന് തെറികളാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇത് കൂടി വരും. നിങ്ങൾ ഈ പരിപാടി എന്നെ ഇവിടെ കൊണ്ടിരുന്നത് ഈ ആങ്കറിനെ നിങ്ങൾ വെളുപ്പിക്കാനാണോ അതോ എന്നോട് ചോദ്യം ചോദിക്കാനാണോ? വെളുപ്പിക്കാൻ. എന്തായാലും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തോണ്ട് ഞാനിപ്പോ കറത്തിരിക്കുക. താങ്കളുടെ കഴിവുകൊണ്ടല്ല ഈ 3 റീൽസ് ഇപ്പോൾ ലാക്സ് മില്യൺസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ആങ്കറിന്റെ കഴിവുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കുമോ? അത് എതിർക്കും. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. അതുകൊണ്ടാണോ താങ്കളെ ആൾക്കാർ അംഗീകരിക്കുന്നത്? ഒരു മനുഷ്യൻ എന്തുകൊണ്ട് താങ്കൾ ഒരു ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല? അത് വളരെ മോശമായി. സൗകര്യമില്ല. ഷാരിക പറഞ്ഞല്ലോ, ഷാരികക്കെതിരെ കുറ്റം വന്നിട്ട് ഞാനത് വെളുപ്പിച്ചില്ല, അതായത് ഞാൻ ലൈവിൽ പോയില്ലെന്ന്. എനിക്കതിന്റെ ആവശ്യം എന്താണ്? ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ഷാരിക ഒരു ആങ്കർ ആണ്. ഷാരികയുടെ ജോലി ഷാരിക ചെയ്യുന്നു, രേണു സുധിയുടെ ജോലി രേണു സുധി ചെയ്യുന്നു. സോ എനിക്ക് നെഗറ്റീവ് വന്ന ഷാരിക പ്രതികരിക്കും. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്.